ആരോഗ്യമുള്ള കാടിന്റെ ലക്ഷണമാണ് കാടിനെ ക്രൗര്യത്തിലാക്കുന്ന ഈ ഗർജനം. കാടിന്റെ വന്യമായ ആ സൗന്ദര്യത്തെ അടുത്തു കാണാൻ ഞങ്ങളും യാത്ര തുടങ്ങി. കടുവകളുടെ കണക്കെടുപ്പിന്റെ ഭാഗമായി വനം വകുപ്പിനൊപ്പം നമ്മളും കാട്ടിനുള്ളിലേക്ക് കയറുകയാണ്. പറ്റുമെങ്കിൽ കടുവകളെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ അടുത്ത് കാണാം. ഞങ്ങളുടെ വരവ് കാടിനെ അറിയിച്ച് മലയണ്ണാൻ ഈ മരച്ചില്ലയിൽ എവിടെയോ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. മൃഗങ്ങൾ ഞങ്ങളുടെ കണ്ണിന് മുന്നിലില്ലെങ്കിലും അവരുടെ കണ്ണിൽ ഈ യാത്ര പതിഞ്ഞിട്ടുണ്ടാകാം. അതാണ് കാടിന്റെ നിയമം. കടുവകളുടെ കണക്കെടുപ്പിന്റെ ഒരു പ്രധാന ഘട്ടം ആദ്യമേ ഒരു വഴി ഉണ്ടാക്കുക എന്നതാണ്. അതിന് നമുക്കിങ്ങനെ കാട്ടിലൂടെ വരുമ്പോൾ വനംവകുപ്പ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇത്തരം മാർക്കുകൾ ചുമന്ന പെയിന്റിൽ മരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പിന്നീട് വരുന്നവർക്കത് കൂടുതൽ സഹായകരമാകും. അതോടൊപ്പം ചില മരത്തിലും ഇങ്ങനെ ചീകി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം. ടൈഗർ എസ്റ്റിമേഷൻ 3 ഫേസ് ആയിട്ടാണ്. ഒന്നാമത്തെ ഫേസാണ് ഇപ്പോൾ നടക്കുന്നത്. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ 8 ഡേ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കും. ആ 8 ഡേ പ്രോട്ടോക്കോളിൽ ആദ്യത്തെ 3 ദിവസം 5 കിലോമീറ്റർ കുറയാത്ത ഒരു ട്രയൽ. അതിനകത്ത് ഈ കാർണിവോറസ് ആയിട്ടുള്ള അനിമൽസ്, അതായത് ടൈഗർ, കോപ്രിഡേറ്റർ അതായത് ലെപ്പേർഡ് പോലെയുള്ള കോപ്രിഡേറ്റേഴ്സിൻ്റെ സാന്നിധ്യം, ബെയർ, കരടി, അതിൻ്റെയൊക്കെ സാന്നിധ്യം അറിയാൻ വേണ്ടി ഈ 5 കിലോമീറ്റർ കുറയാത്ത ലൈനിൽ കൂടെ ട്രാക്കിൽ കൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. സാന്നിധ്യം, ഡയറക്റ്റ് സൈറ്റിങ്ങും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസസും കളക്ട് ചെയ്യും. രണ്ടാമത്തെ ഫേസ് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഡേറ്റ വെച്ചുള്ള അനാലിസിസ് ആണ്. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ക്യാമറ ട്രാപ്പിംഗ് ആണ്. അതായത് കടുവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഫിംഗർ പ്രിൻറ്റ്സ് പോലെയാണ് അതിൻ്റെ സ്ട്രൈപ്സ്. ക്യാമറ ട്രാപ്പിംഗ് നടത്തുന്നത് സെലക്ട് സ്ഥലങ്ങളിലാണ്. ടൈഗർ റിസർവ്സും അതിൻ്റെ അഡ്ജോയിനിങ് ഏരിയാസുമാണ്. കടുവകളുടെ കണക്കെടുപ്പിനാണ് വന്നതെങ്കിലും ഇപ്പോൾ ഒരുപക്ഷെ ആനയെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ആനയുടെ ഗന്ധം നമുക്ക് ഇവിടെ നിന്നാൽ അനുഭവിക്കാൻ കഴിയും. കുറ്റിക്കാടാണ്, അങ്ങോട്ടേക്ക് പോകുന്നത് അത്ര സുരക്ഷിതമല്ല. ഓരോ റേഞ്ചുകളെയും പ്രത്യേകം ബ്ലോക്കുകളാക്കി തിരിച്ചാണ് കണക്കെടുപ്പ്. നടന്നു നീങ്ങുന്ന ദൂരം രേഖപ്പെടുത്തും, പ്രതിബന്ധങ്ങളും അപായങ്ങളും കുറിക്കും. ഇടതൂർന്ന കാടാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നടന്നു പോകുന്നതിന് വേണ്ടിയൊന്നും കഴിയില്ല. ആനയുടെയും കരടിയുടെയും ഒക്കെ സ്ഥിരം സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ കൂടിയാണ് ഇതെല്ലാം. കടുവകളുടെ എണ്ണം കണക്കാക്കുന്നതിനൊപ്പം മറ്റ് മാംസഭോജികളുടെയും സസ്യഭോജികളുടെയും സാന്നിധ്യം, ആവാസ വ്യവസ്ഥയുടെ ഗുണനിലവാരം, മനുഷ്യ ഇടപെടലുകളുടെ സ്വാധീനം തുടങ്ങിയവയും ശാസ്ത്രീയമായി വിലയിരുത്തും. കടുവകളും കാടുമെല്ലാം നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അത്രയേറെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഈ കണക്കെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാകുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ഈ പ്രവർത്തനങ്ങൾ സഹായകമാകും. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.